ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗൂഗിൾ മീറ്റിന്റെ 2 ഫീച്ചേഴ്സ് ആണ് കാണുന്നത്. അതിലൊന്ന്, പലപ്പോഴും നമ്മൾ ഒരു ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭ്യമായ സ്ഥലത്ത് നമ്മൾ ഇരിക്കും. എന്നാൽ അതിന്റെ പിറകുവശം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഭംഗിയുള്ളതായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടില്ലേ അതിന് ഭംഗി കൂട്ടിയാൽ നന്നാവുമെന്ന്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു ഫീച്ചർ ഉണ്ടായാൽ വളരെ ഉപകാരമായിരിക്കില്ലേ? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഗൂഗിൾ മീറ്റ് സ്ഥിരമായി നടത്തുമ്പോൾ, ക്ലാസ്സിനും മീറ്റിങ്ങിനും ഒക്കെ സ്ഥിരമായി നടത്തുമ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ മുഴുവൻ സമയവും ഇരുന്ന് മീറ്റിലേക്ക് വരുന്ന റിക്വസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ആക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ മീറ്റിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെയാണ് കഴിയുക? അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലേ? ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൂഗിൾ മീറ്റിന്റെ പശ്ചാത്തലം എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ വേർഷനിലാണ് ഈ ഫീച്ചർ ലഭ്യമാകുന്നത്. അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതെങ്ങനെയാണ് നോക്കുക എന്ന് നോക്കാം. നമുക്ക് പ്ലേ സ്റ്റോർ ആദ്യം ഒന്ന് തുറക്കാം. പ്ലേ സ്റ്റോർ തുറന്നതിന് ശേഷം നമുക്ക് ഗൂഗിൾ മീറ്റ് സെർച്ച് ചെയ്യാം. ഗൂഗിൾ മീറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ ഓപ്പൺ എന്ന് കാണാം, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി അപ്ഡേഷൻ അവൈലബിൾ ആണെങ്കിൽ അവിടെ അപ്ഡേറ്റ് എന്ന് കാണാം. ഈ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയിക്കോളും. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണുന്നത്. അതിനുശേഷം നമുക്ക് ഗൂഗിൾ മീറ്റ് തുറക്കാം. ഗൂഗിൾ മീറ്റ് തുറക്കുകയാണ്. ഗൂഗിൾ മീറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ന്യൂ മീറ്റിംഗ് എന്ന് കാണാം. ന്യൂ മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ഇൻസ്റ്റന്റ് മീറ്റിംഗ് എന്ന് കാണാം. സ്റ്റാർട്ട് ഇൻസ്റ്റന്റ് മീറ്റിംഗ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇവിടെ ഈ ചെറിയ വിൻഡോയിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരാൾ കൂടെ മീറ്റിംഗിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പശ്ചാത്തലം മാറ്റുക എന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്നതിന്റെ പിറകിലുള്ള കോണി അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് പശ്ചാത്തലമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വിൻഡോയിനകത്ത്, ചെറിയ വിൻഡോയിനകത്ത് ഒരു 3 സ്റ്റാർ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ സ്റ്റാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയേറെ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അടിയിൽ അതിലൊന്ന് നോ ഇഫക്ട്സ് എന്നാണ്. അതിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നേരെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ അത് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് കുറച്ചൊന്ന് ബ്ലർ ചെയ്യിക്കാം. നമുക്ക് നമ്മുടെ പശ്ചാത്തലം ഒന്ന് ബ്ലർ ചെയ്യിക്കാം. അപ്പോൾ പിറകുവശം കുറച്ചൊന്ന് ബ്ലർ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്ലർ ചെയ്യിക്കാം. അതിനടുത്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പശ്ചാത്തലം പൂർണ്ണമായും ബ്ലർ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പശ്ചാത്തലം ഒരുമിച്ചൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പശ്ചാത്തലം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പശ്ചാത്തലം മാറിയിരിക്കുകയാണ്. ഒരു പുഴയുടെ തീരത്ത് നിന്ന്, അല്ലെങ്കിൽ കടലിന്റെ തീരത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പശ്ചാത്തലം കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു പശ്ചാത്തലം കൊടുക്കാം. ഇനി അതല്ല, ഒരു ലൈബ്രറിയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഇതിനെ മാറ്റാം. ഇങ്ങനെ മാറ്റാം. അടുത്ത ഒരു ഓപ്ഷൻ ഇതാണ്. ഇങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്ത് നോ ഇഫക്ട്സ്, ബ്ലർ, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ സ്റ്റൈൽസ് എന്ന് പറയുന്ന മറ്റൊരു സംഭവം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. സ്റ്റൈൽസ് കാണാം. അതിലൊന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ഇതിന്റെ കളർ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ചില കുട്ടികൾ തമാശയായി ഉപയോഗിക്കുന്ന കുറേ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് നമ്മളുടെ വീഡിയോ ഏത് രീതിയിൽ വേണമോ ആ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തതായി നമ്മൾ എങ്ങനെയാണ് മീറ്റിംഗിൽ ഓട്ടോ അഡ്മിറ്റ് ഓൺ ആക്കുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. അതായത് നമ്മൾ പെർമിഷൻ കൊടുക്കാതെ തന്നെ ലിങ്ക് അയച്ചു കൊടുത്താൽ ആളുകൾക്ക് എങ്ങനെ മീറ്റിംഗിലേക്ക് കയറാം. അതിനായി നമുക്ക് ആദ്യം ക്രോം
ബ്രൗസർ തുറക്കാം. ക്രോം ബ്രൗസർ തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഗൂഗിളിനകത്ത് വെബ് സ്റ്റോർ സെർച്ച് ചെയ്യാം. ഈ വെബ് സ്റ്റോറിനകത്ത് നമുക്ക് എക്സ്റ്റൻഷൻ എന്നൊരു ലിങ്ക് കാണാം. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്രോമിൽ ഉപയോഗിക്കാവുന്ന എക്സ്റ്റൻഷൻസിൻ്റെ ഒരു പേജ് വരും. നമുക്കവിടെ ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ മോർ എക്സ്റ്റൻഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ ആഡ് ഓൺസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആഡ് ഓൺ ആണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജ് തുറന്നു വരും. ഇതിനകത്ത് ഇവിടെ ആഡ് ടു ക്രോം എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വാർണിംഗ് മെസ്സേജ് വരും. അതിനകത്ത് ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയത്ത് ഈ എക്സ്റ്റൻഷൻ ഓൺ ആക്കി വെക്കുക എന്ന് നോക്കാം. ക്രോം തുറക്കുന്നു. ക്രോം തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രോം തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഗൂഗിൾ മീറ്റ് നോക്കാം. ഗൂഗിൾ മീറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഇവിടെ ആഡ് ഓൺസിൻ്റെ ഒരു ബട്ടണും കാണാം. അതിനകത്ത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആഡ് ഓൺസ് കാണാൻ വേണ്ടി കഴിയും. ഇനി അതല്ലെങ്കിൽ ഇപ്പുറത്ത് മീറ്റ് തന്നെ നേരെ കാണുന്നുണ്ട്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 2 ഓപ്ഷനുകളാണ് വരിക, സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ്. ഇതിൽ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആഡ് ഓൺ സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റന്റ് മീറ്റിംഗ്. മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ഇപ്പോൾ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരാൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് അഡ്മിറ്റ് ആവുക എന്ന് നോക്കാം. നമ്മൾ മുമ്പ് ഒരാൾ ഈ മീറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ റിക്വസ്റ്റ് വരും. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ എങ്ങനെയാണ് അഡ്മിറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഓട്ടോമാറ്റിക്കലി അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അഡ്മിറ്റ് റിക്വസ്റ്റ് എന്ന് വന്നു, ഓട്ടോമാറ്റിക്കലി അത് അഡ്മിറ്റ് ആയി. ഇപ്പോൾ രണ്ടാമത്തെ ഒരാൾ ഇതിനകത്ത് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് അഡ്മിറ്റ് ആഡ് ഓൺ നമ്മൾ ചേർത്തിട്ട് നമ്മളുടെ ഒരു വലിയ ജോലി ഭാരം കുറയ്ക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.